ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവിൽ കിരീടാവകാശിയായിരുന്ന വ്യക്തി 73-ാം വയസ്സിൽ രാജാവായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുമ്പോൾ ബ്രിട്ടീഷ് സിംഹാസനം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അറിയാം ആരാണ് ചാൾസ് മൂന്നാമനെന്ന്. 1948 നവംബർ 14 എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരന്റെയും മൂത്ത മകനായി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ജനനം. ചാൾസ് മൂന്നാമന് 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അന്നത്തെ രാജാവായിരുന്ന ജോർജ് ആറാമൻ മരണപ്പെടുന്നതും എലിസബത്ത് II രാജ്ഞിയായി അവരോധിക്കപ്പെടുന്നതും. അതോടെ ചാൾസ് മൂന്നാമൻ കിരീടാവകാശിയായി മാറി. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റി ആദ്യമായി കൊട്ടാരത്തിന് പുറത്തുപോയി സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് ചാൾസ് രാജകുമാരനായിരുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലും ലണ്ടൻ, ഹാംഷെയർ, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലും സ്വകാര്യ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ചാൾസ് മൂന്നാമൻ 1967 കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ആദ്യമായി ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത നേടിയതും ചാൾസ് മൂന്നാമനായിരുന്നു. ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം 1967 ഇദ്ദേഹത്തിന് പ്രിൻസ് ഓഫ് വെയിൽസ് സ്ഥാനം ലഭിക്കുന്നത്. പ്രിൻസ് ഓഫ് വെയിൽസ് സ്ഥാനാരോഹണത്തിന് മുൻപ് വെയിൽസ് ചരിത്രവും വെയിലിഷ് ഭാഷയും പഠിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് വെയിൽസിലും ചാൾസ് മൂന്നാമൻ ചേർന്നു. അതോടൊപ്പം കാമുകിമാരുടെ പേരാൽ നിരന്തരം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച വേറൊരു ബ്രിട്ടീഷ് രാജകുടുംബാംഗവും ഉണ്ടായിട്ടില്ലെന്നും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. 1981 തന്റെ 31-ാം വയസ്സിലാണ് ചാൾസ് മൂന്നാമൻ ഡയാന രാജകുമാരിയെ വിവാഹം ചെയ്യുന്നത്. ആ വിവാഹ ചടങ്ങിന് ശേഷവും മാധ്യമങ്ങളും ക്യാമറ കണ്ണുകളും ഈ രാജകുടുംബത്തെ ഒന്നടങ്കം പിന്തുടർന്നിരുന്നു. പിന്നീട് ഇവർക്ക് 2 ആൺകുട്ടികൾ ജനിക്കുകയും ചെയ്തു, വില്യവും ഹാരിയും. എങ്കിലും 5 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ഇരുവരും മറ്റ് വിവാഹേതര ബന്ധങ്ങളിലേക്ക് കടന്നതിനെ തുടർന്ന് ആ ബന്ധം വഷളാവുകയും ചെയ്തു. 1996 ഇരുവരും നിയമപരമായി വിവാഹമോചനം നേടി. അതിന്റെ അടുത്ത വർഷം 1997 ഡയാന പാരീസിൽ വെച്ച് ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ നടന്ന ഡയാനയുടെ സംസ്കാര ചടങ്ങുകൾ കണ്ടത് 34 മില്യൺ ആളുകളാണ്. അത്രത്തോളം ഡയാന ജനഹൃദയങ്ങളിൽ ഇടം നേടിയിരുന്നു. വിവാഹമോചനവും ഡയാനയുടെ മരണവുമെല്ലാം ചാൾസ് മൂന്നാമന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള കോട്ടം തട്ടാനിടയാക്കി. അതിനുശേഷം 2005 ചാൾസ് മൂന്നാമൻ മുൻ കാമുകിയായിരുന്ന കാമില പാർക്കർ ബൗൾസിനെ ജീവിത പങ്കാളിയാക്കി. 2022 സെപ്റ്റംബർ മാസം 8-ാം തീയതി എലിസബത്ത് രാജ്ഞിയുടെ മരണത്തോടെയാണ് കിരീടാവകാശിയായിരുന്ന ചാൾസ് രാജകുമാരൻ ചാൾസ് മൂന്നാമനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത്. യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും മറ്റ് 14 കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും ചക്രവർത്തിയാണ് ചാൾസ് മൂന്നാമൻ. നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ചാൾസ് മൂന്നാമന്. അതിൽ സ്വന്തം കുടുംബ പ്രശ്നങ്ങൾ മുതൽ ബ്രിട്ടനിലെ രാഷ്ട്രീയ സാഹചര്യവും ലോക പരിസ്ഥിതി പ്രശ്നങ്ങളും എല്ലാം അടങ്ങും. എങ്കിലും കിങ് ചാൾസ് മൂന്നാമൻ എന്ന സ്ഥാനപ്പേരോടെ കിരീടാരോഹണം ചെയ്യപ്പെടുന്ന ചാൾസ് രാജാവിന് 70 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തിയ അമ്മ എലിസബത്ത് രാജ്ഞിയുടെ ജനപ്രീതി ലഭിക്കുമോ എന്നത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.